റെഡ് സീ എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ സീ റൂട്ടുകളിലൊന്നാണ്. 2000-ലധികം കിലോമീറ്റർ നീളം വരുന്ന ഈ പ്രദേശം മെഡിറ്ററേനിയൻ കടലിനെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലകളുമായി ബന്ധിപ്പിക്കുന്ന നിർണായകമായ മേഖലയാണ്. മറ്റൊരർത്ഥത്തിൽ യൂറോപ്പിനെയും ഏഷ്യയെയും എളുപ്പത്തിൽ ബന്ധിപ്പിക്കാവുന്ന സീ റൂട്ട് എന്നത് തന്നെ. ഈ വഴിയെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന സൂയസ് കനാലും അതിൻ്റെ പ്രാധാന്യവുമൊക്കെ നാം ഇടയ്ക്കിടെ കേൾക്കുന്നതുമാണ്. ലോകത്തെ വലിയൊരു ശതമാനം ചരക്ക് നീക്കവും ഈ മേഖലയിലൂടെ ആണെന്നിരിക്കെ ഈ മേഖലയിലുണ്ടാവുന്ന ഏതൊരു പ്രതിസന്ധിയും അത് വളരെ ചെറിയൊരു പ്രതിസന്ധിയാണെങ്കിൽ പോലും ലോകക്രമത്തിനെ തന്നെ ബാധിക്കുന്ന ഒന്നു തന്നെയാണ്. അപ്രകാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റെഡ് സീയിൽ നിന്ന് ചില വാർത്തകൾ നാം കേൾക്കുന്നുണ്ട്. ഇസ്രയേലി ഹമാസ് യുദ്ധത്തിൻ്റെ തുടർച്ചയെന്നോണമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടോ യമനിലെ ഹൂതികൾ റെഡ് സീയിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ, പ്രത്യേകിച്ച് ഇസ്രയേലി ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കുന്ന വാർത്തകളാണത്. റെഡ് സീയെ ഗൾഫ് ഓഫ് ഈഡൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷനിലേക്ക് കണക്ട് ചെയ്യുന്ന ബാബ അൽ മണ്ടബ് സ്ട്രെയ്റ്റ് മേഖലയിലാണ് പ്രധാനമായും ആക്രമണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. യമനും ആഫ്രിക്കയ്ക്കും ഇടയിലെ ഈ ഒരു നാരോ സ്ട്രിപ്പ് മേഖലയിൽ ലോക സമുദ്ര വ്യാപാരത്തിൻ്റെ വലിയൊരു ശതമാനം തന്നെ നടക്കുന്നുണ്ട്. എന്നാൽ ഈ മേഖല എന്നത് യമനിലെ ഹൂതികളുടെ നിർണായക സ്വാധീനമുള്ള മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആക്രമണങ്ങൾ ഉണ്ടായതോടെ ലോക സമുദ്ര വ്യാപാരം തന്നെ വലിയൊരു പ്രതിസന്ധി തന്നെയാണ് മുന്നിൽ കണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അമേരിക്ക ഉൾപ്പെടുന്ന ലോകരാജ്യങ്ങളൊക്കെ ചേർന്ന് ഈ മേഖലയെ സംരക്ഷിക്കാനായി സഖ്യം സൃഷ്ടിച്ചതും ഈ മേഖലയിലേക്ക് പടക്കപ്പലുകളെയൊക്കെ അയച്ചിരിക്കുന്നതും. എങ്കിലും പല കപ്പലുകളും ഇപ്പോൾ തന്നെ റെഡ് സീ റൂട്ടൊക്കെ തൽക്കാലം ഒഴിവാക്കുന്ന അവസ്ഥയും വന്നെത്തിയിരിക്കുകയാണ്. അതിൻ്റെ കാരണം ഹൂതികളാണ് എന്ന് നിസ്സംശയം പറയാമല്ലോ. സത്യത്തിൽ ആരാണ് ഹൂതികൾ? ഈ വീഡിയോയിലൂടെ ഹൂതികളുടെ ചരിത്രവും രാഷ്ട്രീയവും ഒക്കെയാണ് പരിചയപ്പെടുത്തുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും നാശത്തിനായുള്ള മുദ്രാവാക്യങ്ങളുമായി സൃഷ്ടിക്കപ്പെട്ട ഒരു കൊച്ചു വിപ്ലവ സംഘടന, അല്ലെങ്കിൽ ഒരു റിവൈവൽ ഗ്രൂപ്പ് എന്ന നിലയിൽ സൃഷ്ടിക്കപ്പെട്ട സംഘടന യമൻ്റെ നോർത്തേൺ മേഖലകളിൽ മാത്രം നിറഞ്ഞു നിന്ന ഒന്നാണെങ്കിൽ ഇന്നത് യമൻ്റെ ഭൂരിപക്ഷം പ്രദേശങ്ങളിലും നിർണായക സ്വാധീനമായും ഭരണമേഖലകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. എതിരാളികളായ സൗദി അറേബ്യക്കെതിരെയും അവരുടെ സഖ്യശക്തികൾക്കെതിരെയുമുള്ള പോരാട്ടങ്ങൾ തങ്ങളുടെ സ്വാധീന വലയം വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ ഹൂതികൾ തുടരുകയുമാണ്. യമൻ എന്ന ദേശത്തിൻ്റെ മലനിരകളാൽ നിറഞ്ഞ ഉത്തരമേഖലയിൽ നിന്നും ഉയർന്നു വന്ന ഒരു ഗ്രൂപ്പ് എങ്ങനെയാണ് ഇന്ന് യമനിൻ്റെ നിർണായക ശക്തിയായത് എന്നാലോചിക്കുമ്പോൾ സ്വാഭാവികമായും അത് യമൻ എന്ന രാജ്യത്തിൻ്റെ ചരിത്രം കൂടി നമുക്ക് മുന്നിൽ പറഞ്ഞു വയ്ക്കും. ഇന്നത്തെ യമൻ്റെ നോർത്തേൺ മേഖലകളിൽ ജീവിക്കുന്ന പ്രബലമായ വിഭാഗമാണ് സെയ്ദി എന്നത്. ഷിയ മുസ്ലിം വിശ്വാസത്തിൽ അധിഷ്ഠിതമായവരാണിവർ. അലിയുടെ കൊച്ചുമകനായിട്ടുള്ള സയ്യിദ് ബിൻ അലിയുടെ ജീവിതത്തെയും ആദർശങ്ങളെയും ഒക്കെ പിന്തുടരുന്നവർ. അതായത് ഈ സയ്യിദ് എന്ന വിഭാഗത്തിനും 1000-ലധികം വർഷത്തെ ഒരു ചരിത്രം പറയാനുണ്ട്. ഈ സയ്യിദ് ബിൻ അലി എന്നത് മുസ്ലിം ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ സാമ്രാജ്യമായ ഉമയ്യദ് വംശത്തിനെതിരെ വിപ്ലവം സംഘടിപ്പിക്കുകയും ദമാസ്കസിലേക്ക് പട നയിക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. എങ്കിലും അദ്ദേഹം ഈ വിപ്ലവത്തിനിടയിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അഴിമതിക്കെതിരെ പോരാടുന്ന ഒരാളെന്ന നിലയിൽ സയ്യിദ് ബിൻ അലിയെ പലരും ഫോളോ ചെയ്യുന്നുണ്ട്. സയ്യിദ് ബിൻ അലിയെ പിന്തുടർന്നവർ സെയ്ദി വിഭാഗമായി ഇന്നത്തെ യമൻ്റെ മലനിരകളാൽ നിറഞ്ഞ ഉത്തരമേഖലയിൽ 9-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ജീവിച്ചിരുന്നു. അടുത്ത 1000-ഓളം വർഷക്കാലവും അവിടം ഭരിച്ചതും ഇവർ തന്നെയായിരുന്നു. കമ്മ്യൂണിറ്റിയെ ഭരിച്ചിരുന്നത് സെയ്ദി ഇമാമുമായിരുന്നു. ഏതായാലും 1918-ൽ ഒന്നാം ലോക മഹായുദ്ധത്തിനപ്പുറം ഒട്ടോമൻ സാമ്രാജ്യമൊക്കെ തകർന്നപ്പോൾ ഈ സെയ്ദി വംശത്തിന് കീഴിൽ ഒരു കിങ്ഡമായി തന്നെ ഈ മേഖല മാറുകയുണ്ടായി. 1930-കളിൽ സൗദി അറേബ്യയുമായി അതിർത്തിയുമായി ബന്ധപ്പെട്ട് യുദ്ധത്തിലേർപ്പെട്ട ഇവർക്ക് വലിയൊരു പ്രദേശം തന്നെ നഷ്ടമാകുകയുണ്ടായി. എങ്കിലും ഇൻ്റർനാഷണൽ റെക്കഗ്നിഷനോടുകൂടി നോർത്ത് യമൻ എന്ന നിലയിൽ അവർ പ്രവർത്തിച്ചു. അവരുടെ തലസ്ഥാനം ടെയ്സുമായിരുന്നു. എന്നാൽ 1960 കാലത്ത് ഈജിപ്തിൻ്റെ പിന്തുണയോടെ ഉണ്ടായ ഒരു റെബൽ ഗ്രൂപ്പ് സെയ്ദി വംശത്തിനെതിരെ പോരാടുകയും സെയ്ദി ഇമാമിനെ താഴെ ഇറക്കിക്കൊണ്ട് സന ആസ്ഥാനമാക്കിക്കൊണ്ട് ഒരു അറബ് നാഷണലിസ്റ്റ് ഗവൺമെൻറ് സൃഷ്ടിക്കപ്പെടുകയുമുണ്ടായി. 35% വരുന്ന സെയ്ദി വിഭാഗം നോർത്തേൺ യമൻ്റെ മലനിരകളുടെ മേഖലയിലേക്ക്, അഥവാ പ്രധാനമായും സാധാ പ്രവിശ്യയിലേക്ക് ചുരുങ്ങുകയുമുണ്ടായി. സെയ്ദിക്ക് അവർ നിലനിർത്തിപ്പോന്ന അധികാരശക്തിയൊക്കെ അങ്ങനെ നഷ്ടപ്പെടുകയാണ്. സെയ്ദി റിപ്പബ്ലിക്കിൻ്റെ ജനറലായിരുന്ന അലി അബ്ദുള്ള സലേ 1978 കാലത്താണ് അധികാരത്തിലേക്ക് വരുന്നത്. 1990-ൽ അദ്ദേഹം നോർത്ത് സൗത്ത് യമൻ മേഖലകളെ ഒരുമിപ്പിക്കുകയും റിപ്പബ്ലിക് ഓഫ് യമൻ ഒക്കെ സൃഷ്ടിക്കപ്പെടുകയുമുണ്ടായി. ഈ കാലം അമേരിക്കയുടെ സ്വാധീനത്തിനും അഴിമതിക്കുമൊക്കെ ഈ മേഖല ഭാഗമാകുന്നതിനും തുടക്കം കുറിച്ചു.
ഈ സമയത്താണ് സദ പ്രവിശ്യയിലെ MP ഒക്കെ ആയിരുന്ന ഹുസൈൻ അൽ ഹൂത്തി ഈ മേഖലയിലെ ഒരു മുഖമായൊക്കെ ഉയർന്നു വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് പിന്നീട് ഇവർ മൂവ്മെൻറ്റിനായി ഉപയോഗിച്ചിട്ടുള്ളത്. അലി അബ്ദുള്ള സലേക്കെതിരെയും അമേരിക്കൻ ഇമ്പീരിയലിസത്തിനെതിരെയും ഒക്കെ നിലകൊണ്ട അൽ ഹൂത്തി അതിവേഗം ജനകീയനായി മാറിയെങ്കിലും എല്ലാ സൈദി വിഭാഗക്കാരും അദ്ദേഹത്തെ ആ കാലത്ത് പിന്തുണച്ചതൊന്നുമില്ല. പലരും അദ്ദേഹത്തെ ഒരു ഇറാൻ വക്താവ് എന്ന നിലയിലും കണക്കാക്കുകയുണ്ടായി. ഇമാം ഭരണക്രമം തിരിച്ചു കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്ന വിമർശനങ്ങളും അൽ ഹൂത്തി നേരിട്ടു. റിവൈവൽ ഓഫ് സൈദി എന്ന നിലയിൽ അൽ ഹൂത്തിക്ക് ആ കാലത്ത് വലിയ പിന്തുണ സൃഷ്ടിക്കപ്പെടുകയും അമേരിക്കക്കെതിരെയും ഇസ്രയേലിനെതിരെയും അവരുടെ പിന്തുണ ലഭിക്കുന്ന ഭരണാധിപനോടുമൊക്കെ എതിരായുള്ള വികാരം അൽ ഹൂത്തിയിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുകയുമുണ്ടായി. 2003 കാലത്ത് അമേരിക്ക ഇറാഖിൽ അധിനിവേശം നടത്തിയതോടെ ഈ ഹൂത്തി മൂവ്മെൻറ്റ് രൂപവും ഭാവവും ഒക്കെ മാറുകയുണ്ടായി. അമേരിക്കയും ഇസ്രയേലിനും മരണം എന്ന നിലയിലുള്ള മുദ്രാവാക്യങ്ങൾ തന്നെ ഉയരുകയുണ്ടായി. ഈ ഗ്രൂപ്പ് ഔദ്യോഗികമായി അൻസാർ അള്ള എന്ന നിലയിൽ അഥവാ സപ്പോർട്ടേഴ്സ് ഓഫ് ഗോഡ് എന്ന നിലയിലാണ് പ്രവർത്തിച്ചത്. ലെബനനിലെ മറ്റൊരു ഷിയ മൂവ്മെൻ്റായ ഹിസ്ബുള്ള ഇസ്രയേലിനെ അതിർത്തി മേഖലകളിൽ നിന്ന് തുരത്തിയത് ഇവർക്കും ഒരു പ്രചോദനമായി മാറുകയുണ്ടായി. രണ്ടാമത്തേത് സ്വാഭാവികമായും ഇറാൻ്റെ പിന്തുണയായിരുന്നു. ഇറാനും ഹൂത്തികളും സൗദി അറേബ്യയെ ഒരുപോലെ എതിരാളികളായി കണ്ടതുകൊണ്ട് തന്നെ ഈ ബന്ധം വർദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ സായുധമായ പോരാട്ടങ്ങൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടു. അലി അബ്ദുള്ള സലയാണെങ്കിൽ ഹൂതികളെ നശിപ്പിക്കാനായി സൈനിക ഇടപെടലും നടത്താൻ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി 2004 നേതാവായ ഹുസൈൻ അൽ ഹൂത്തിയെ തന്നെ സലയുടെ പട വധിക്കുകയുണ്ടായി. നോർത്തേൺ യമനിൽ പ്രത്യേകിച്ച് സാധാ പ്രവിശ്യയിലൊക്കെ ഉണ്ടായ കലാപം അടിച്ചമർത്താൻ ഇവർ ശ്രമിച്ചെങ്കിലും അത് പൂർണ്ണമായും വിജയിച്ചില്ല. സൈദി വംശമുള്ള സൗദി മേഖലയിലും കലാപം വന്നതോടെ സൗദി അറേബ്യയും ഇവിടേക്ക് രംഗപ്രവേശം ചെയ്തു. എന്നാൽ ഹൂതികൾ സൗദി സൈന്യത്തിനും യമൻ സൈന്യത്തിനും നേർക്കും ഒടുവിൽ വിജയം നേടുന്നതാണ് കണ്ടത്. പിന്നീട് 2011 കാലത്ത് യമനിലേക്കും അറബ് സ്പ്രിംഗ് കടന്നെത്തി. അതിൻ്റെ ഭാഗമായി വർഷങ്ങളായി ഏകാധിപതിയായി തുടരുന്ന സലയ്ക്കെതിരെ രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. അതിൽ ഹൂതികളും ഭാഗമായി. അങ്ങനെ സല പുറത്താവുകയും വൈസ് പ്രസിഡൻ്റായിരുന്ന മൻസൂർ ഹാദി അധികാരത്തിലെത്തുകയുമുണ്ടായി. എന്നാൽ ഇവിടെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. സല എന്ന റിപ്പബ്ലിക്കൻ സെയ്ദിയെ പിന്തുടർന്നത് സൗത്തിൽ നിന്നുള്ള സെയ്ദി വംശം ഏറെ എതിർക്കുന്ന സുന്നി വിശ്വാസക്കാരനായ മൻസൂർ ഹാദി എന്നതായിരുന്നു പ്രശ്നം. സലയും അങ്ങ് വെറുതെ പോകാൻ ഒരുക്കമായിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്ന പവർ സ്ട്രഗിളിൽ രാജ്യം തന്നെ വലിയൊരു ക്രൈസിസിലേക്ക് പോവുകയുണ്ടായി. ഈ ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്തിയ ഹൂതികൾ പല പ്രദേശങ്ങളും തിരിച്ചുപിടിക്കുകയുണ്ടായി. അധികം വൈകാതെ തന്നെ 2014 കാലത്ത് സലയും ഹൂതികളും തമ്മിൽ വീണ്ടും ഒന്നിക്കുകയുണ്ടായി. രാജ്യത്തിൻ്റെ ഒരു ഭാഗം സൈന്യം ആ സമയവും സലയ്ക്കൊപ്പം ചേർന്ന് നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ അതോടുകൂടി ഹൂതികൾ ഒരു വലിയ ശക്തിയായി മാറുകയുണ്ടായി. മറുവശത്ത് ഭരണാധിപനായ മൻസൂർ ഹാദി എന്നത് സൗദിയുടെ പപ്പറ്റ് എന്ന നിലയിൽ രാജ്യത്ത് പ്രശസ്തനൊന്നും അല്ലാതായി തീർന്നിരുന്നു. അതോടെ ഹൂതികൾ തലസ്ഥാനമായ സനായിലേക്ക് മാർച്ച് ചെയ്യുകയും വലിയ എതിർപ്പുകളൊന്നുമില്ലാതെ തന്നെ 2015 കാലത്ത് തലസ്ഥാനം തന്നെ ഹൂതികളുടെ കയ്യിലേക്ക് വരികയുമുണ്ടായി. അങ്ങനെ പുതിയൊരു ഗവൺമെൻറ് ഉണ്ടാവുകയും ഹൂതികൾ കൂടുതൽ മേഖലകൾ പിടിച്ചെടുക്കാൻ മുന്നേറുകയുമുണ്ടായി. ഈ സമയം ഹാദി നാടുവിട്ട് സൗദിയിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു. ഇറാനും ഹൂതികളും തമ്മിലുള്ള ബന്ധം അതിവേഗം വളരുന്നത് കണ്ട സൗദി അറേബ്യ ഹാദിയെ പിന്തുണച്ചുകൊണ്ട് ഹാദിയുടെ ഗവൺമെൻറ്റാണ് യഥാർത്ഥ ഗവൺമെൻറ് എന്ന നിലയിൽ ഹൂതികൾക്ക് നേരെ യുദ്ധത്തിലേർപ്പെട്ടു. അങ്ങനെ 2015 മാർച്ചിൽ സൗദിയും സഖ്യകക്ഷികളും ഹൂതികൾക്ക് നേരെ വലിയ ആക്രമണങ്ങൾ തന്നെ നടത്തുകയുണ്ടായി. ഹൂതി ശക്തി മേഖലകളിൽ വലിയ തോതിൽ വ്യോമാക്രമണങ്ങൾ നടന്നു. ആഴ്ചകൾ മാത്രം നീളുന്ന നടപടി എന്ന നിലയിൽ നിന്ന് വർഷങ്ങളോളം നീളുന്ന യുദ്ധത്തിലേക്കാണ് ഈ പ്രതിസന്ധി കൊണ്ടുചെന്നെത്തിച്ചത്. അതുമാത്രമല്ല, ഹൂതികൾ തകരാതെ കൂടുതൽ ശക്തമാവുകയും കൂടുതൽ മേഖലകൾ പിടിച്ചെടുക്കുകയുമുണ്ടായി. പല സമാധാന ചർച്ചകളൊക്കെ ഉണ്ടായെങ്കിലും ഒന്നും ആത്യന്തികമായി വിജയിച്ചതുമില്ല. ഈ മേഖലയിലെ ദരിദ്ര രാജ്യമായ യമനിലെ ജനങ്ങൾ യുദ്ധത്തോടുകൂടി കൂടുതൽ ഇരുട്ടു നിറഞ്ഞ ജീവിതത്തിലായി എന്ന് മാത്രം പറയാം. ഭക്ഷ്യക്ഷാമവും ആക്രമണങ്ങളുമൊക്കെ ജനങ്ങളെ കൊല്ലാനും ആരംഭിച്ചു. എന്നാൽ 2017 മുൻ പ്രസിഡന്റായ അലി അബ്ദുള്ള സലെ ഹൂതികളുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയും ഹൂതികൾക്ക് നേരെ എതിരായി പ്രതികരിക്കാനും ജനങ്ങളോട് ആവശ്യപ്പെട്ടു. 2 ദിവസങ്ങൾക്കപ്പുറം തന്നെ അബ്ദുള്ള സലെ ഹൂതി ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. ഹൂതികൾ അവരെ എതിർക്കുന്നവരെ വൻതോതിൽ കൊല്ലുകയുണ്ടായി. സനാ മേഖലയിലെ യുദ്ധത്തിൽ ഹൂതികൾ വിജയിച്ചെങ്കിലും രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നൊക്കെ അവർ രാഷ്ട്രീയപരമായി ഒറ്റപ്പെടുകയുണ്ടായി. എങ്കിലും സൗദി, അമേരിക്കൻ, ഇസ്രയേൽ ഗൂഢാലോചനയിൽ യമൻ അപകടത്തിലാണെന്ന പ്രൊപ്പഗാണ്ട ഹൂതികൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. പതിയെങ്കിലും ഹൂതികൾ അവരുടെ സ്വാധീന മേഖലകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. സൗദി അറേബ്യയിലേക്ക് പലപ്പോഴും ആക്രമണങ്ങൾ നടത്തുന്നുമുണ്ട്.
ഇറാൻ്റെ സഹായത്തോടെയാണ് ഇവയൊക്കെ തന്നെയും നടക്കുന്നത്. പലപ്പോഴും സൗദിയുടെ എണ്ണ മേഖലകൾക്ക് നേരെ ആക്രമണങ്ങൾ വരുന്നതും വില ഉയരുന്നതുമൊക്കെ നാം കാണുന്നുണ്ടല്ലോ. ഹൂതികൾ പൊതുവെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെങ്കിലും സൗദി അറേബ്യയും അമേരിക്കയുമൊക്കെ ഇറാൻ്റെ യുദ്ധമെന്ന നിലയിലാണ് ഇതിനെയൊക്കെ കാണാറുള്ളത്. മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനുള്ള രാജ്യങ്ങളുടെയൊക്കെ നീക്കങ്ങൾ ഇറാൻ എല്ലാം എതിർക്കുകയും ചെയ്യുന്നു. ഏതായാലും ഈ കാലത്ത് നോർത്തേൺ യമൻ മേഖലകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കുന്നതിലേക്ക് ഹൂതികൾ മുമ്പെങ്ങുമില്ലാത്ത വിധം അടുത്താണെന്നും പറയാം. 1962 സെയ്ദികൾ പുറത്തായതിനപ്പുറം അവർ തിരിച്ചുവരുന്ന ഏറ്റവും വലിയ കാഴ്ചയും ഇതുതന്നെ. യമനിലെ 35% വരുന്ന ഈ വിഭാഗം യമനിൽ നിർണായകമായി തന്നെ തുടരുന്നു എന്നും പറയാം. ഇനി റെഡ് സീയിൽ നടക്കുന്ന കപ്പൽ ആക്രമണങ്ങൾ എന്നത് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൻ്റെ തുടർച്ച എന്നും പറയാവുന്നതാണ്. ഹൂതികൾ ചുരുങ്ങിയത് 12-ലധികം കപ്പലുകളെ നിലവിൽ തന്നെ ആക്രമിച്ചു എന്നാണ് കണക്ക്. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തുന്നതുവരെയും റെഡ് സീയിൽ ആക്രമണങ്ങൾ തുടരും എന്നാണ് ഹൂതികൾ പറഞ്ഞു വച്ചിട്ടുള്ളത്. ഒപ്പം ഗാസയിലേക്ക് കൂടുതൽ ഭക്ഷണവും വൈദ്യസഹായങ്ങളുമൊക്കെ എത്തിക്കണമെന്നതും. ആക്രമണ നടപടികൾ ഇസ്രയേൽ കുറയ്ക്കുന്നതിൻ്റെ ലക്ഷണം പോലും ഏതായാലും നിലവിലില്ല. അങ്ങനെയെങ്കിൽ ഈ പ്രതിസന്ധി തുടരും എന്ന് വേണമെങ്കിലും പറയാം. അതുകൊണ്ട് തന്നെ ഇത് ലോക സമുദ്ര വ്യാപാരത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം. വലിയ വിലക്കയറ്റവും ഇതുകൊണ്ട് സൃഷ്ടിച്ചേക്കാം. അതിനെ തടയാനായിട്ടാണ് അമേരിക്ക പല രാജ്യങ്ങളടങ്ങിയ പട്രോൾ ഗ്രൂപ്പൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. ചുരുക്കിയാൽ യുദ്ധം തുടരുന്നു എന്നും ഇറാനിയൻ ആക്സിസുമായി യുദ്ധം വികസിക്കുന്നു എന്നും പറയാം. അമേരിക്ക ഇടപെട്ടാൽ അമേരിക്കൻ കപ്പലുകളെയും ആക്രമിക്കുമെന്നും ഹൂതികൾ പറഞ്ഞു വെച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി പല കമ്പനികളും റെഡ് സീ റൂട്ട് ഒഴിവാക്കുന്ന വാർത്തകളും വരുന്നുണ്ട്. ചുരുക്കിയാൽ ഹൂതികൾ അവരുടെ റെഡ് സീ അറ്റാക്കുകൾ തുടർന്നാൽ ലോകക്രമത്തിന് തന്നെ മാറ്റങ്ങൾ സംഭവിക്കാനും യുദ്ധം കൂടുതൽ വ്യാപിക്കുമെന്നും പറയാം.